ഹായ് ഹലോ നികിത റബിലാണ്. നമ്മൾ സൺഡേ ആയിട്ട് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ ഡെല്ലിൻ്റെ കമ്പനിയുണ്ട്, കണ്ടോ, ഡെൽ ടെക്നോളജീസ്. ആക്ച്വലി ഇതുപോലെ ഒരുപാട് കമ്പനീസ് ഉണ്ട് കേട്ടോ. എനിക്ക് അറിയാത്ത ഒരുപാട് കമ്പനീസൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ അതുകൊണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അങ്ങനെ ഒരുപാട് ഏക്കറിൽ ആണ് ഈ ഒരു കമ്പനിയിൽ ഒരുപാട് ഗേറ്റ് ഫെൻസിങ് ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഇപ്പോൾ കണ്ട ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിൻ്റെ സ്റ്റാച്യു ആണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ, അതായത് രാജീവ് ഗാന്ധി മെമ്മോറിയലാണ്. അപ്പോൾ ഇറങ്ങാൻ നേരമില്ലാത്തത് കൊണ്ട് ഞാനിതുപോലെ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പം ജസ്റ്റ് എടുത്ത് പോവാണ് ഉണ്ടായത്. കാരണം വീട്ടിൽ നിന്ന് ഞങ്ങൾ ഡോർ ലോക്ക് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അവിടെ ഓണർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടോ, രാജീവ് ഗാന്ധി നിனைവകം, അവർ ആ തമിഴ് ഇതിലാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ കാണാൻ പറ്റുക രാജീവ് ഗാന്ധിൻ്റെ മെമ്മോറിയലായിട്ട് 7 പില്ലേഴ്സാണ്. അത് ഞാൻ ഉള്ളിൽ കയറാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അപ്പം 7 പില്ലേഴ്സ് കാണാം. അതുപോലെ തന്നെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് വലിയൊരു കൊടിമരം ഉണ്ട്. അതിൻ്റെ മേലെ വലിയൊരു ഫ്ലാഗ്, നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ട്, വലുതായിട്ട് കാണാം നമുക്ക്. ഇതാണ് ഫ്രണ്ടിൽ വരുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 7 പില്ലേഴ്സാണുള്ളത്. ഞാൻ ആദ്യം വിചാരിച്ച 4 പില്ലർ എന്നാണ്, അതുകൊണ്ടാണ് ഞാൻ 4 പില്ലർ എന്ന് പറഞ്ഞു പോയത്. 7 പില്ലേഴ്സാണ്. ഇതാണ് രാജീവ് ഗാന്ധി മെമ്മോറിയൽ. ഇവിടെ വെച്ചാണ് രാജീവ് ഗാന്ധി മരണപ്പെട്ടിട്ടുള്ളത് എന്നാണ്. മരണപ്പെട്ടതല്ല, അതൊരു അറ്റാക്കായിരുന്നു, സൂയിസൈഡ് ബോംബിങ്. അങ്ങനെയാണ്, സൂയിസൈഡ് ബോംബിങ്ങിലാണ് ഈ രാജീവ് ഗാന്ധി കൂടെ ഉള്ള ആൾക്കാരും മരണപ്പെട്ടത്. അപ്പോൾ ആ ഒരു ബ്ലാസ്റ്റ് നടന്ന ഏരിയയിലാണ് ഈ ഒരു 7 പില്ലേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹിസ്റ്റോറിക്കലി ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ആ മടങ്ങുന്ന സമയത്ത് അവിടെ സ്മാർട്ട് ബസാറുണ്ട്, വലിയൊരു സ്മാർട്ട് ബസാറാണ്. ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടില്ല, ഇനി അവിടെ പോകണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ഒരു ഏരിയയിലും കൂടി മീൻ വിൽക്കുന്ന സ്ഥലം കണ്ട്, അപ്പോൾ അവിടെ നോക്കിയപ്പോഴും അവിടെയും നമുക്ക് കിട്ടിയില്ല. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി ഞങ്ങളെ വീടിൻ്റെ ഓപ്പോസിറ്റ് ആണ് സെയിൻറ്റ് ഗോബൈൻ ഉള്ള കമ്പനി ഉള്ളത്. എല്ലാവർക്കും അറിയാൻ മതിയാവും സെയിൻറ്റ് ഗോബൈൻ. ഞാൻ പറയുന്ന പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു കമ്പനി ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. ഞങ്ങൾ ഈ ഒരു ഹൈവേ സൈഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കമ്പനിയാണ് ഇത്. ഇതും ഒരുപാട് ഏക്കർ കണക്കിന് ആണ് ഈ ഒരു കമ്പനി ഉള്ളത്. സൺഡേ ആയാലും അവിടെ വർക്കിംഗ് ആണ് തോന്നുന്നുണ്ട്, കാരണം ഷിഫ്റ്റ് ബേസിലാണ് അവിടെ ഉള്ളത്. അപ്പം കുറേ എംപ്ലോയീസിനെയൊക്കെ പുറത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന വണ്ടികൾ, അതുപോലെ ഈ അവരുടെ ട്രാൻസ്പോർട്ടിങ് വെഹിക്കിളൊക്കെ കണ്ടു. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നികിത റബിൽ.